നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ബ്ലെൻഡറിന്റെ ഒരു പുതിയ ഭാഗം നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇതിനു മുമ്പുള്ള ഭാഗങ്ങളിൽ റിഗ്ഗിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു സീരീസ് ആണ് നടന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം നമുക്ക് ഈ റിഗുകളെ എങ്ങനെ ഒരു ക്യാരക്ടർ അനിമേഷൻ ചെയ്യാം എന്ന് ഈ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ വീഡിയോയിൽ ഒരു റിഗ്ഡ് ക്യാരക്ടർ ഉണ്ട്. ഈ ക്യാരക്ടറിനെ ഉപയോഗിച്ച് നമുക്ക് ഒരു റെഫറൻസ് വീഡിയോയുടെ സഹായത്തോടെ എങ്ങനെ ഒരു ക്യാരക്ടർ അനിമേഷൻ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു അടിസ്ഥാനം കീ ഫ്രെയിമുകളെ കുറിച്ചും പോസുകളെ കുറിച്ചും ടൈമും സ്പേസിംഗ് എന്നിവയെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നു. ഈ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ഈ ചാനലിൽ തന്നെയുള്ള ബ്ലെൻഡറിന്റെ അനിമേഷനുമായി ബന്ധപ്പെട്ട കീ ഫ്രെയിം അനിമേഷന്റെയും ഗ്രാഫ് എഡിറ്ററും ഉൾക്കൊള്ളുന്ന പഴയ വീഡിയോകൾ കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. വീഡിയോ അവസാനം വരെ കാണുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്, ലൈക്ക്, ഷെയർ എന്നിവ കൂടി നൽകുക. ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് ക്യാരക്ടർ അനിമേഷൻ ചെയ്യുന്നതിന്റെ ഒരു നല്ലൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് ഈ ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. നമുക്ക് ബ്ലെൻഡറിന്റെ പുതിയൊരു ട്യൂട്ടോറിയലിലേക്ക് കടക്കാം. ക്യാരക്ടർ അനിമേഷൻ ചെയ്യുവാൻ നമുക്ക് ഒരു നല്ലൊരു റിഗ് വേണം. നമ്മൾ മോഡൽ ചെയ്ത് നമ്മൾ തന്നെ റിഗ് ചെയ്തെടുക്കുന്ന ഒരു ക്യാരക്ടർ ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായി ഒരു അനിമേഷൻ ചിത്രം നിർമ്മിക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് ബ്ലെൻഡർ ഫൗണ്ടേഷൻ അവരുടെ ബ്ലെൻഡർ ക്ലൗഡ് സ്റ്റോറേജിൽ നിന്നും ബ്ലെൻഡർ ഉപയോഗിക്കുന്നവർക്കായി ധാരാളം ഡാറ്റകൾ സൗജന്യമായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ചെയ്യേണ്ടത് ബ്ലെൻഡർ ക്ലൗഡിൽ ഒരു മെമ്പർഷിപ്പ് ആദ്യം എടുക്കുക എന്നുള്ളതാണ്. അതിനായി cloud.blender.org എന്ന ഈ ഒരു സൈറ്റിൽ വരിക. ഇത് നമുക്കിവിടെ മുകളിൽ നിന്നും നമുക്കിത് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്ത് നമുക്ക് ലോഗിൻ ചെയ്യാം. കൂടാതെ ഈ ക്ലൗഡിൽ ഒരു വർഷത്തെ മെമ്പർഷിപ്പ് അതിന് കാശ് കൊടുക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ബ്ലെൻഡറിന്റെ ഒരുപാട് മറ്റു ട്യൂട്ടോറിയൽസും റിഗുകളും ഷെയ്ഡറും ഒക്കെ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ സൗജന്യമായി അതിൽ നിന്നും ധാരാളം റിഗുകൾ കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് റെയിൻ എന്ന പേരിൽ ബ്ലെൻഡർ ക്ലൗഡിൽ നിന്നും പുതുതായി പുറത്തിറക്കിയ ഒരു റിഗാണ്. നമുക്കിത് വർക്ക് ചെയ്ത് പഠിക്കുവാൻ പറ്റിയ ഒരു റിഗാണ്. അപ്പോൾ ഈ റിഗ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനെ ആദ്യം ഒന്ന് ലോഗിൻ ചെയ്യണം. നമ്മൾ സാധാരണ ലോഗിൻ ചെയ്യുന്ന പോലെ തന്നെ ഒരു സൈനപ്പ് ചെയ്ത് ID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ID പിന്നീട് പല കാര്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ബ്ലെൻഡർ ക്ലൗഡിന്റെ ലൈബ്രറിയിൽ വരികയാണെങ്കിൽ HDR ഇമേജ്, അതുപോലെ ടെക്സ്ചേഴ്സ്, മറ്റു ക്യാരക്ടേഴ്സ് എന്നിങ്ങനെയുള്ള ഉപയോഗപ്രദമായ നിരവധി സംഭവങ്ങൾ നമുക്കിവിടെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതാണ് റെയിൻ എന്ന് പറയുന്ന ഒരു ഫ്രീ റിഗ് ആണ്. ഞാനിപ്പോൾ ഈ റിഗ് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യാം. ഞാനിത് ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫയൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബ്ലെൻഡറിലേക്ക് വരുന്നു. ഈ ഫയൽ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിനെ അൺസിപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ഫോൾഡറിൽ ആ ബ്ലെൻഡർ ഫയലും അതിനോട് ചേർന്നിട്ടുള്ള എല്ലാ ടെക്സ്ചർ ഫയലുകളും ചേർന്ന ഒരു ഫോൾഡറാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ ഫയലിനെ ബ്ലെൻഡറിലേക്ക് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് ആ ബ്ലെൻഡർ ഫയല്. നമുക്കിത് ലഭിക്കുമ്പോൾ ഒരു ലേഔട്ട് ബ്ലെൻഡർ തന്നെ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ആ ഒരു ലേഔട്ടിന്റെ ബേസിലായിരിക്കും നമുക്ക് ഈ ഫയൽ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിന്റെ മാസ്റ്റർ ഫയലാണ്. ഇതിനെ മറ്റൊരു പേരിൽ അപ്പോൾ തന്നെ സേവ് ചെയ്യുക. ഞാനിപ്പോൾ മറ്റൊരു പുതിയ പേരിൽ ആ ഫയലിനെ സേവ് ചെയ്തിട്ടുണ്ട്. ഒരു തുടക്കക്കാരൻ അനിമേഷൻ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു റെഫറൻസിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. കാരണം പോസുകളെയും അതുപോലെ എൻ്റെ ടൈമിങ്, സ്പേസിങ് എന്നിവയൊക്കെ നന്നായി മനസ്സിലാക്കുവാൻ ഒരു റെഫറൻസ് ഫുട്ടേജ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. അത് നമുക്കിപ്പോൾ ധാരാളമായി റെഫറൻസ് ഫുട്ടേജുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് യൂട്യൂബിൽ വന്നിട്ട് ആനിമേഷൻ റെഫറൻസ് വീഡിയോസ് എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ നിരവധി വീഡിയോകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കും. ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഒരുപാട് ചാനലുകളിൽ വന്നു കഴിഞ്ഞാൽ ധാരാളം വീഡിയോസ് നമുക്ക് അനിമേഷൻ ആയിട്ടുള്ള വീഡിയോസ് ലഭിക്കും. ഇതിലുള്ള ഒരു വീഡിയോ ഞാൻ അത്തരത്തിൽ ഡൗൺലോഡ് ചെയ്ത ഒരു വീഡിയോ ആണിത്. ഇത് നമുക്ക് നമ്മുടെ ഈ അനിമേഷൻ്റെ റെഫറൻസിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഉപയോഗിക്കുവാനായി ഈ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് എങ്ങനെ വീഡിയോ ഇവിടെ നമ്മുടെ ബ്ലെൻഡർ വ്യൂ പോർട്ടിൽ അതിനുള്ളിൽ തന്നെ കാണുന്ന തരത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സൗകര്യപ്രദമായിരിക്കും. അതിന് നമുക്ക് എന്തു ചെയ്യാമെന്ന് നോക്കാം. നമ്മളിവിടെ നേരത്തെ നിങ്ങൾ കണ്ട ഓബ്ജക്റ്റ് മോഡ്, പോസ്റ്റ് മോഡൊക്കെ മുകളിലായിരുന്നു. ഇപ്പോൾ ഈ ബ്ലെൻഡറിൽ ഈ റെയിൻ എന്നുള്ള റിഗിന്റെ ലേഔട്ട് അവർ ഇതെല്ലാം കൂടി അറേഞ്ച് ചെയ്ത് താഴെയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം അനിമേഷന് സൗകര്യമായ രീതിയിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മുകളിൽ നിന്നാണ് ഓബ്ജക്റ്റ് മോഡ് എടുത്തുകൊണ്ടിരുന്നത്. നമ്മളിവിടെ താഴേക്ക് വന്നിട്ട് ഇവിടെ ഓബ്ജക്റ്റ് മോഡിൽ വരുന്നു. ഷിഫ്റ്റ് പ്രസ് ചെയ്ത് നമുക്ക് ഇവിടെ പുതിയ ആഡ് ഓപ്ഷനുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. അവിടെ നമുക്ക് MT എന്നുള്ള ഓപ്ഷനുണ്ട്, ഇമേജ് എന്നുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് MT എന്നുള്ള ഈ ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ ഇമേജ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു ബോക്സ് ഇവിടെ ലഭിക്കും.
ആ സമയത്ത് നമുക്ക് ഇവിടെ വലതുഭാഗത്ത് കാണുന്ന ഈ ഇമേജ് ആ ടെക്സ്റ്റ് MTയുടെ ആ ഒരു സെക്ഷൻ ഇവിടെ കാണിക്കും. അതിനകത്ത് വരികയാണെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട്. നമുക്കിവിടെ ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ഓപ്പൺ ഓപ്ഷൻ കൊടുത്തിട്ട് ഓപ്പൺ ഇമേജ് അവിടെ നമുക്ക് ഈ ഒരു ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഈ ഒരു MP4 ഫയൽ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം. അപ്പോൾ അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് എൻ്റെ ഓബ്ജക്റ്റ് പ്രോപ്പർട്ടിയിൽ വന്ന് നമുക്കിവിടെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. ഫ്രണ്ട് വ്യൂവിൽ വന്നിട്ട് നമുക്കിങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ വെക്കാം. നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ കാണാം. Shift D പ്രയോഗിച്ച് ഞാൻ ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് MT ഇമേജ് എടുക്കുകയാണ്. എന്നിട്ട് അതിനെ റൊട്ടേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് ഒന്നിങ്ങനെ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ 3 പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സൈഡ് വ്യൂവിൽ ഇതിനെ കാണാം. ഇപ്പോൾ ഇത് ഈ വശത്തേക്കാണ് അതിൻ്റെ പോസ് ഇരിക്കുന്നത്. എനിക്കത് തിരിച്ച് ഈ ക്യാരക്ടർ ഇരിക്കുന്ന അതിൻ്റെ മുൻവശത്തേക്ക് തന്നെ വരണം. അപ്പോൾ അതിനുവേണ്ടി ഈ ഇമേജിൻ്റെ സ്കെയില് ഓപ്ഷനിൽ നമുക്കിവിടെ -1 Xൽ കൊടുക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് തിരിയുന്നു. അപ്പോൾ അത് തന്നെ ഫ്രണ്ട് വ്യൂവിലെ ഇമേജിലും -1 കൊടുക്കുന്നു. അപ്പോൾ നമുക്കിങ്ങനെ കാണാം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മളിങ്ങനെ ടൈം ലൈനിൽ മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്കിവിടെ മൂവ് ചെയ്യുന്നതായി കാണാം. അത് ഫ്രണ്ട് വ്യൂവിലും കാണാം. അതുപോലെ 3 പ്രസ് ചെയ്ത് സൈഡ് വ്യൂവിൽ വന്നാൽ അവിടെയും കാണാം. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഈ വീഡിയോയുടെ ഫ്രെയിമുകൾ കൃത്യമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് ഓരോ പോസുകൾ നമുക്ക് സെറ്റ് ചെയ്യുവാനും സാധിക്കും. നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ഇൻ്റർഫേസ് ആണ്. അത് നമുക്ക് കൺട്രോൾസ് ഒക്കെ കാണുന്നതിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ ക്യാരക്ടർ ഒരു കറുത്തിട്ടുള്ള ക്യാരക്ടറാണ്, ഒരു ബ്ലാക്ക് ലേഡിയാണ്. അപ്പോൾ നമ്മുടെ മൊത്തത്തിൽ ബ്ലാക്ക് ആകുമ്പോൾ കൺട്രോൾസ് കാണാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമുക്കിവിടെ ഈ ഒബ്ജക്റ്റ് മോഡിലാണ് ഇതിപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ഈ കൺട്രോളിനെ സെലക്ട് ചെയ്ത് നേരെ പോസ് മോഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ കൺട്രോൾസ് എല്ലാം ഇവിടെ ആക്റ്റീവ് ആകും. ഈ N പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ നേരത്തെ റിഗിഫൈ ട്യൂട്ടോറിയലിൽ നമ്മളിതൊക്കെ നോക്കിയിട്ടുണ്ട്. IK FK ഓഫ് ചെയ്യാം, ഫിംഗേഴ്സ്, അതുപോലെ ഹെയർ, ഇങ്ങനെയുള്ള പല ഭാഗങ്ങൾ, നമുക്ക് ക്ലോത്തിൻ്റെ ഇങ്ങനെയുള്ള പല ഭാഗങ്ങൾ നമുക്ക് ഇവിടെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇത് പ്രധാനമായും ഈ ആനിമേഷനിൽ പങ്കെടുക്കുവാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കൺട്രോൾസിൻ്റെയും നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യേണ്ട ചില ആവശ്യം വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് അതിൻ്റെ ഒരു സെലക്ഷൻ സെറ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അതിനായി നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ആർമേച്ചറിൻ്റെ ഐക്കണുള്ള അവിടെ വരുമ്പോൾ നമുക്കിതിൻ്റെ ലെയറുകളും മറ്റു സംഭവങ്ങളൊക്കെ അവിടെ കാണാം. അവിടെ താഴേക്ക് വരുമ്പോൾ സെലക്ഷൻ സെറ്റ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് തുറക്കുന്നു. അവിടെ നമുക്കൊരു പുതിയ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞൊരു സെറ്റ് വരും. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ പേര് ഞാനിപ്പോൾ ആൾ കൺട്രോൾ എന്ന് കൊടുക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ N പ്രസ് ചെയ്ത് ഈ ഓപ്ഷൻസിനെ ഹൈഡ് ചെയ്യുന്നു. ഓക്കെ, ഞാനിപ്പോൾ ഓരോരുത്തരായി സെലക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് ആവശ്യമുള്ള 1, 2 ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഓരോരുത്തരായിട്ട് സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ കാലിൻ്റെ കൺട്രോൾസ് വേണം, അതുപോലെ ഈ മുട്ടിൻ്റെ ഷിഫ്റ്റ് പ്രസ് ചെയ്താണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ IK കൺട്രോളും FK കൺട്രോളും ഇതിലുണ്ട്. ഈ ഷോൾഡറിൻ്റെ 2 കൺട്രോളുകൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നു. അതുപോലെ ഈ കൈയുടെ കൺട്രോൾ, ഈ കൈയുടെ പുറകിലുള്ള ആ കൺട്രോൾ, ചെസ്റ്റ് കൺട്രോൾ, അതുപോലെ തലയുടെ കൺട്രോൾ വേണം, നെക്കിൻ്റെ കൺട്രോൾ വേണം. ഇത്രയും പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആർമേച്ചറാണ്. അത് കൺട്രോൾ കർവുകളായിട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയും പേരെ സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ അസൈൻ എന്ന്, ഈ ആൾ കൺട്രോളിൽ അസൈൻ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ അസൈൻ ആയി കഴിഞ്ഞ് നമ്മൾ പുറത്ത് ക്ലിക്ക് ചെയ്ത് ഡീസെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ആൾ കൺട്രോൾ എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ അവരെല്ലാവരും സെലക്ട് ആവുന്നതായി കാണാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സെലക്ട് ചെയ്തു. 3 പ്രസ് ചെയ്ത് സൈഡ് വ്യൂവിൽ വന്നിട്ട് ഇത് നമ്മുടെ 1ാമത്തെ കീ ഫ്രെയിമിൽ വരേണ്ട പോസാണ്. 1ാമത്തെ കീ ഫ്രെയിമിൽ ഇങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ സ്ട്രെച്ചി ആയിട്ടുള്ള ഒരു ഐക്യാണ് ഉള്ളത്, ബോൺ സെറ്റപ്പാണ് ഉള്ളത്. അതുകൊണ്ട് കൈ കൂടുതൽ വലിച്ചു കഴിഞ്ഞാൽ ഇതാണ് ലെഫ്റ്റ് ലെഗിൻ്റെ പൊസിഷൻ.
ഓക്കെ, ഒന്നാമത്തെ കീ ഫ്രെയിമാണ്. അപ്പോൾ ഞാൻ ഈ എല്ലാവരുടെയും ഞാൻ ഈ റെഫറൻസ് നോക്കി ഒരു ഏകദേശം ഒരു പോസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ സെലക്ട് കൊടുത്ത് ഈ ഓൾ കൺട്രോൾസിലെ എല്ലാവരെയും സെലക്ട് ചെയ്തു. ഈ ഫസ്റ്റ് കീ ഫ്രെയിമിൽ ഞാൻ ഇവരുടെ എല്ലാം ഇവിടെ കീബോർഡിലെ പ്രസ് ചെയ്ത് ലോക്ക് റൊട്ടേഷൻ, കാരണം ഇതിലെല്ലാത്തിലും എല്ലാ ഭാഗങ്ങളിലും കൂടുതലും അതിൻ്റെ ലൊക്കേഷൻ അതുപോലെ റൊട്ടേഷൻ ഒക്കെയാണ് വരുന്നത്. സ്കെയിൽ ഫംഗ്ഷൻ ഒന്നും ഓൺ ചെയ്തിട്ടില്ല. അപ്പോൾ ലോക്ക് റൊട്ടേഷൻ എന്ന് കൊടുക്കുമ്പോൾ ഈ ഫസ്റ്റ് ഫ്രെയിമിൽ ഒരു കീ ഫ്രെയിം ഇവിടെ ആഡ് ആകുന്നു. അപ്പോൾ ഇതൊരു ഫസ്റ്റ് പോസാണ്. ഇനി നമുക്ക് ഈ വീഡിയോ ഒന്ന് അനലൈസ് ചെയ്യാം. ഒന്ന് മൂവ് ചെയ്ത് നോക്കുമ്പോൾ, നമ്മൾ വെറുതെ ഒന്ന് മൂവ് ചെയ്ത് നോക്കുമ്പോൾ ആർക്കെങ്കിലും കീ വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ പഴയ സ്ഥലത്ത് പോയിരിക്കുന്നത് കാണാം. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും കീ ആയിട്ടുണ്ട്. ഇതൊരു ഫസ്റ്റ് പോസ് ഞാനിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഈ വീഡിയോ ഒരു സ്ലോ മോഷൻ വീഡിയോ ആണ്. അപ്പോൾ ഇതിനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് ആ കാല് മുന്നേക്ക് വന്നു. 20ാമത്തെ ഫ്രെയിമിലാണ് ഈ കാല് മുന്നിലേക്ക് വന്നത്. അവിടെ നിന്നും ആ കാല് തിരിച്ച് 40ാമത്തെ ഫ്രെയിമിൽ ആ കാല് പഴയ പൊസിഷനിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊരു 40 ഫ്രെയിം വരുന്ന ഒരു സൈക്കിളാണ് ഈ റെഫറൻസ് വീഡിയോയിലുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് അത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ഈ 40 ഫ്രെയിമിൽ ഞാനിവിടെ കീ ലോക്ക് ചെയ്യാണ്. എൻഡ് ഫ്രെയിം 40 എന്ന് കൊടുത്ത് ലോക്ക് ചെയ്യാണ്. അപ്പോൾ ഈ 40 ഫ്രെയിമിലായിരിക്കും ആനിമേഷൻ കാണുന്നത്. വീഡിയോ ഉണ്ട്. ഒരു പ്രത്യേക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ പോസ് തന്നെയാണ് 40ാമത്തെ ഫ്രെയിമിലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ സെലക്ട് കൊടുത്ത് ഈ എല്ലാ കൺട്രോൾസിനെയും സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ 40ാമത്തെ ഫ്രെയിമിൽ വന്ന് പ്രസ് ചെയ്ത് ലോക്ക് റൊട്ടേഷൻ സ്കെയിൽ ഒന്നുകൂടി കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ 2 കീ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു സൈക്ലിക് ആയിട്ടുള്ള ഒരു ആനിമേഷൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുള്ളത്. ഇങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ, അല്ലാതെ നമ്മൾ മറ്റു ക്യാരക്ടറിനൊക്കെ മറ്റു ഡയലോഗുകൾക്കൊക്കെ അനുസരിച്ച് അഭിനയിച്ചുകൊണ്ട് ആനിമേഷൻ ചെയ്യുന്ന ആനിമേഷനുകൾക്കൊക്കെ തത്വം ഇത് തന്നെയാണെങ്കിലും അതിൻ്റെ ഒരു സ്റ്റൈൽ വേറെ രീതിയിലായിരിക്കും. എങ്കിലും നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നന്നായിട്ട് ചെയ്യുമ്പോഴേക്കും ക്യാരക്ടർ അനിമേഷൻ നന്നായിട്ട് ചെയ്യാനുള്ള ഒരു ഊർജ്ജം നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ 2 കീ ഇവിടെ ഞാൻ സെലക്ട് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 20ാമത്തെ കീ ഫ്രെയിമിലാണ് ഈ കാലുകൾ തമ്മിൽ ചേഞ്ച് ആകുന്നത്. നമുക്കിവിടെ റെഫറൻസ് വീഡിയോ നോക്കുമ്പോൾ അറിയാം. 20ാമത്തെ ഫ്രെയിം ആകുമ്പോൾ ഈ കാല് ഇവിടെ വരും. നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിവിടെ നിന്ന് അനോട്ടേഷൻ ഉണ്ട്. അനോട്ടേഷൻ ഉപയോഗിച്ചാണ് ഇത് വരയ്ക്കുന്നത്. അപ്പോൾ 20ാമത്തെ ഫ്രെയിമിൽ ആ പുറകിലിരുന്ന കാല് ഇവിടെ വരും. ഓക്കെ, അപ്പോൾ മറുഭാഗത്തുള്ള കൈ ഈ പൊസിഷനിൽ വരികയും ഈ ഇരിക്കുന്ന കൈ അതുപോലെ പുറകിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ 20ാമത്തെ കീ ഫ്രെയിമിൽ വന്നിട്ട് നമുക്ക് ഈ സമയത്ത് ഇവിടെ ഈ ഓട്ടോ കീ ഫ്രെയിം ഇവിടെ ഓൺ ചെയ്യാം. ഓട്ടോ കീ ഓൺ ചെയ്യുമ്പോൾ ഒരു നീല നിറത്തിൽ അത് ഓൺ ആകുന്നു. ഈ സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രോളിന് ഇപ്പോൾ ഞാൻ ഈ കൺട്രോളിനെ ഒന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഒരു കീ ആഡ് ആകുന്നതായിട്ട് കാണാം. ഓക്കെ, ഞാനിപ്പോൾ 20ാമത്തെ ഫ്രെയിമിൽ ഈ കാല് ഇവിടെ വരികയാണ്. അപ്പോൾ കാലിൻ്റെ റൊട്ടേഷൻ ഇങ്ങനെ അവിടെ സ്റ്റഡി ആവുന്നു. ഓട്ടോ കീ ഫ്രെയിം ഉള്ളതുകൊണ്ട് നമ്മൾ വീണ്ടും എന്ന് കൊടുക്കണ്ട, അല്ലാതെ തന്നെ കീ വരും. അപ്പോൾ ഞാൻ ഈ 1ാമത്തെ കീ ഫ്രെയിമിലുള്ള ആ സ്ഥാനം കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് ഈ വ്യൂവിൽ വന്നിട്ട് ഈ അനോട്ടേഷനിൽ അൺലോക്ക്ഡ് ആണ്, അത് ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടി വരയ്ക്കാം. ഓക്കെ, ഈ 20ാമത്തെ ഫ്രെയിമിൽ പുറകിലത്തെ കാല് ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നു. ഇപ്പോൾ നമുക്ക് ഈ കാല് ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാം. മറ്റൊരു പ്രത്യേകത, 20ാമത്തെ ഫ്രെയിമിൽ ഈ ഹിപ്പ് അല്പം ഒന്ന് ഉയരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു പോർഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാനിവിടെ അനോട്ടേഷൻ ക്ലോസ് ചെയ്യുകയാണ്. 20ാമത്തെ ഫ്രെയിമിൽ കൈകളുടെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം.
ഓൾ കൺട്രോളിൽ വന്ന് സെലക്ട് ഓപ്ഷൻ കൊടുത്തിട്ട് എല്ലാവർക്കും ഐ പ്രസ് ചെയ്ത് ഒരു ലോക്ക് റൊട്ടേഷൻ കീ കൊടുത്തു. ഇനി 10ാമത്തെ ഫ്രെയിമിൽ വന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ലെഗാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലെഗാണ്, ആ കാല് ഒന്ന് ഉയരുന്നു. അപ്പോൾ ഒന്ന് താഴേക്ക് വരുന്നു. മുപ്പതാമത്തെ ഫ്രെയിമിലെത്തിയപ്പോൾ ഓൾ കൺട്രോൾ സെലക്ട് ചെയ്ത് ഐ പ്രസ് ചെയ്ത് ലൊക്കേഷൻ റൊട്ടേഷൻ ഒരു കീ കൂടി കൊടുക്കുന്നു. 10ാമത്തെ ഫ്രെയിമിൽ ഒരു ചെറിയ ചേഞ്ചസ് വരുത്താനുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഈ ക്യാരക്ടർ ഇങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ 1ാമത്തെ ഫ്രെയിമിൽ വന്നിട്ട് എൻ പ്രസ് ചെയ്ത് ഇവിടെ ആ റെഗിൻ്റെ ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ ഫിംഗേഴ്സ് ഓപ്ഷനുണ്ട്, അതൊന്ന് ഓൺ ചെയ്യുകയാണ്. അതിന് ഇതുവരെ കീ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ കീ കൊടുക്കാത്ത സ്ഥിതിക്ക് നമുക്കിങ്ങനെ ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഗ്ലോബൽ മാറ്റി ലോക്കൽ റൊട്ടേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു റൊട്ടേഷൻ കൊടുത്ത് മറ്റ് കീ ഒന്നും കൊടുക്കാത്ത സ്ഥിതിക്ക് ഇത് അങ്ങനെ തന്നെ ഇരുന്നുകൊള്ളും. എൻ പ്രസ് ചെയ്ത് ഹെയറിൻ്റെ കൺട്രോളുണ്ട്, ആ കൺട്രോൾ കൊണ്ടുവരികയാണ്. ഹെയറിൻ്റെ കൺട്രോളുകൾ സെലക്ട് ചെയ്ത് 1ാമത്തെ ഫ്രെയിമിൽ വന്ന് ഐ പ്രസ് ചെയ്ത് ലൊക്കേഷൻ റൊട്ടേഷൻ കീ കൊടുക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ ഐ പ്രസ് ചെയ്ത് ഒരു ലൊക്കേഷൻ റൊട്ടേഷൻ കൂടി കൊടുത്തു. 10ാമത്തെ ഹെയറും ഫിംഗറും ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ സ്പേസ് ബാർ പ്രസ് ചെയ്യുമ്പോൾ ഓക്കെ, ഇനി ഞാനിവിടെ ഈ ഒരു എഡ്ജിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വെർട്ടിക്കൽ സ്പ്ലിറ്റ് എന്ന ഓപ്ഷൻ കൊടുത്ത് ഈ വ്യൂ പോർട്ടിനെ 2ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു.
എന്നിട്ട് ഈ ഭാഗത്ത് ഈ താഴെയുള്ള ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് നേരെ ഗ്രാഫ് എഡിറ്ററിലേക്ക് വരുന്നു. ഗ്രാഫ് എഡിറ്റർ വന്നതിന് ശേഷം ഞാൻ ഈ കാലിനെ സെലക്ട് ചെയ്ത് ഇവിടെ അതിൻ്റെ കീ വന്ന എല്ലാ ചാനലുകളും ഒന്ന് ഓപ്പൺ ആക്കി നോക്കണം. നമുക്കിവിടെ പ്രധാനമായിട്ടും ഇതിലിപ്പോൾ ഇസഡ് ആണ് ഇങ്ങോട്ട് മൂവ് ചെയ്ത ബ്ലൂ കളർ ഇസഡ് Z ആക്സിസിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പച്ച Y ആക്സിസിൽ മുകളിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഒരു എക്സൽ റൊട്ടേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 ആക്സിസുകൾ ഒന്ന് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഇതെല്ലാം ഒന്ന് ഓഫ് ചെയ്യാം. ഇങ്ങനെ ഓഫ് ചെയ്തിട്ട് എക്സ് ലൊക്കേഷൻ ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഒന്ന് ഹോം ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വീണ കീ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ താഴത്തെ ഈ കീ ഈ ഭാഗത്ത് വളരെയധികം ബെസിയറായിട്ടുള്ള കർവാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ കീ സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹാൻഡിൽ ടൈപ്പ് ഉണ്ട്, എൻ്റെ ഷോർട്ട് കട്ട് V ആണ്. അപ്പോൾ ഞാനത് വെക്ടർ എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇത് ഷാർപ്പ് ആകുന്നു. ഇതും സെലക്ട് ചെയ്ത് V വെക്ടർ, അപ്പോൾ അത് ഷാർപ്പാകും. ഇതിനെ ഉദ്ദേശിക്കുന്നത് ആ സ്റ്റേ ആയിരിക്കുന്ന പോയിന്റിലൊക്കെ ഇത് ഇങ്ങനെ തറയിൽ നിരങ്ങുന്ന ഒരു ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ അത് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു ലൈൻസ് അവിടെ വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ വൈയുടെ ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൗസ് പോയിന്റ് ഇവിടെ കൊണ്ടുവന്ന് ഹോം ബട്ടൺ ചെയ്യുമ്പോൾ Y ആക്സിസിലുണ്ടായത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇത് ഈ 2 കീ പോയിൻറ്റ്സും വെക്ടർ കൊടുത്തു. കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ളൊരു ഇത് വരും. അതുപോലെ Z ആക്സിസിൽ ഇവിടെ ഹോം പ്രസ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഇതിനിടയ്ക്കൊരു കീ കാണുന്നുണ്ട്, 10ാമത്തെ ഫ്രെയിമിലെ കീ ആണ്. ഓക്കെ. അതുപോലെ എക്സിലെ റൊട്ടേഷൻ ഇവിടെ ഹോം ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുണ്ട്. അതിനെ V പ്രസ് ചെയ്ത് വെക്ടറാക്കുന്നു. അപ്പോൾ ഈ ഒരു കാല് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പ്ലേ ചെയ്യുമ്പോൾ കാല് പ്ലേസ് ചെയ്യുന്നതും വെക്കുന്നതൊക്കെ വളരെ പെർഫെക്ഷനായിട്ട് വരുന്നുണ്ട്. എന്നാൽ ആ ഒരു പെർഫെക്ഷൻ മറുഭാഗത്തെ കാലിനില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാ ഗ്രാഫിൽ ആദ്യം എക്സ് ലൊക്കേഷൻ ഹോം ബട്ടൺ പ്രസ് ചെയ്യുന്ന ആദ്യം എല്ലാവരെയും എക്സ് ലൊക്കേഷൻ ഹോം ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഈ കർവിലൊരു ഈ പോയിൻ്റൊക്കെ കറക്റ്റ് വാല്യൂ ആയിട്ട് വരണം. V പ്രസ് ചെയ്ത് വെക്ടർ Y ഇനി ഈ ഹിപ്പിൻ്റെ ആക്സിസുകൾ നോക്കാം. മുകളിലേക്കുള്ള അവിടെ Y ലൊക്കേഷനാണ്. H പ്രസ് ചെയ്യുമ്പോൾ മുഴുവൻ കീയും ഹൈഡാകും. Alt H കൊടുക്കുമ്പോൾ എല്ലാം അൺഹൈഡ് ആവും. അപ്പം H എടുത്തിട്ട് Y പ്രസ് ചെയ്ത് ഹോം ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതാണ് Yയിലുണ്ടായ മാറ്റം. ഫസ്റ്റ് ഫ്രെയിമിൽ ഇങ്ങനെ ഇരുന്നു, അവിടെ നിന്ന് നേരെ 10ാമത്തെ ഫ്രെയിമിൽ ഇത് അല്പം ഒന്ന് താഴ്ന്നതാണ് ഈ കാണിക്കുന്നത്. വീണ്ടും 20ാമത്തെ ഫ്രെയിമിൽ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് 30ാമത്തെ ഫ്രെയിമിൽ അത് ഇതുപോലെ തന്നെ താഴണം. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം അവിടെ നമുക്ക് അനിമേഷനിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിവിടെ ഈ ഗ്രാഫിൽ തന്നെ N എന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അതിൻ്റെ എഫ് കർവിൻ്റെ പ്രോപ്പർട്ടീസ് വരുമ്പോൾ ഇവിടെ കീ വാല്യൂസ് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ വാല്യൂ പോയിൻ്റ് മൈനസ് പോയിൻ്റ്, ആ വാല്യൂ ക്ലിക്ക് ചെയ്ത് Ctrl+C കോപ്പി ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് ആ വാല്യൂ Ctrl+V ഒന്ന് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ രണ്ടും ഒരേ വാല്യൂ ആകുന്നു. ഈ 2 പോയിൻറ്റ്സിനെ V സെലക്ട് ചെയ്ത് വെക്ടർ ആക്കുന്നു. ഈ ഗ്രാഫിനെ ഒന്ന് അല്പം ഇങ്ങനെ സ്മൂത്ത് ചെയ്യുമ്പോൾ നമുക്കിവിടെ ആ ഭാഗത്ത് ഒരുപോലുള്ള അപ്പ് ആൻഡ് ഡൗൺ നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ സെൻറ്റർ പോയിൻ്റ് ഒരുപാട് ഉയർന്നു പോയി. അപ്പോൾ ആ ഉയർന്നു പോയതിൻ്റെ വാല്യൂ നമുക്കിവിടെ കുറച്ചൊന്ന് താഴേക്ക് കൊണ്ടുവരാം. ഗ്രാഫിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും മതിയാവും. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു പോയിൻ്റ് ഇരിക്കുന്നത് 19ാമത്തെ ഫ്രെയിമിൽ ഇവിടെ കാണിക്കുന്നു. അതിനെ നമുക്ക് 20ലേക്ക് മാറ്റാം. അപ്പോഴത് കറക്റ്റ് ആവുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വാല്യൂ വ്യത്യാസങ്ങളൊക്കെ നമുക്കിവിടെ നിന്ന് തന്നെ ഗ്രാഫിൽ തന്നെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ഹിപ്പ് നമുക്കിവിടെ ഇതിന് മെയിനായിട്ട് നമ്മൾ കൊടുത്തത് ചില റൊട്ടേഷനുകളാണ്, XY റൊട്ടേഷനാണ്. അപ്പോൾ H ഉപയോഗിച്ച് ഹൈഡ് ചെയ്തിട്ട്
എക്സ് ലൊക്കേഷൻ്റെ ഹോം ബട്ടണിൽ നോക്കാം. അതിൽ വലിയ കീ ഒന്നും വന്നിട്ടില്ല. വൈയിലാണെങ്കിൽ വന്നിട്ടില്ല. എക്സ് റൊട്ടേഷൻ അതിൽ ഉണ്ട്. ഇതായിരുന്നു എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എൻഡിങ് പോയിൻ്റ്. അത് ഒരുപോലെ ഇരിക്കുകയാണ്. അവിടെ നിന്നും ഒരു സൈഡിലേക്ക് ഇവിടുത്തെ വാല്യൂ നമ്മൾ നോക്കുമ്പോൾ കീ വാല്യൂ 0.669. അതേസമയം ഇവിടെ 20ാമത്തെ ഫ്രെയിമിൽ -4 സംതിങ് ആണ്. അപ്പോൾ ഇത് 0.669 10ാമത്തെ ഫ്രെയിം. അപ്പോൾ നമുക്ക് ആ പോയിൻ്റ് തന്നെ കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് എന്നിട്ടൊരു മൈനസ് വാല്യൂ കൂടി കൊടുക്കാം. അപ്പോൾ ഒരുപോലത്തെ റൊട്ടേഷൻ രണ്ട് സൈഡിലും അപ്പുറമായിട്ട് തിരികെ വരും. ഈ രണ്ട് പോയിൻറ്റ്സിനെയും ഇത് പ്രസ് ചെയ്ത് വെക്ടറാക്കി. അപ്പോൾ ഇപ്പോൾ സെയിം റൊട്ടേഷൻ തന്നെ മറുഭാഗത്തും വരും. ഇങ്ങനെ ഓരോ ഭാഗങ്ങളായി നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ഇതിനെ ഈ ഗ്രാഫ് എഡിറ്റർ, അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫ് എഡിറ്റർ മാത്രമല്ല ഇവിടെ ഡോപ്പ് ഷീറ്റ് ഉണ്ട്. ഡോപ്പ് ഷീറ്റിൽ വരികയാണെങ്കിൽ ഈ മൊത്തം അനിമേഷൻ നമുക്കിവിടെ ഇങ്ങനെ കാണാം. ഇവിടെ ഹോം പ്രസ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. ഇങ്ങനെ നിൽക്കുകയാണ്. 40 ഫ്രെയിമിലുള്ള അനിമേഷനാണ്. അപ്പോൾ നമ്മളിവിടെ ആർമേച്ചറിൽ വന്നിട്ട് സെലക്ട് ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ എല്ലാ കീയും കാണും. നമുക്കിതിനെ വേണമെങ്കിൽ മൊത്തം ഈ അനിമേഷനെ ഇങ്ങനെ വെച്ചിട്ട് 1ാമത്തെ ഫ്രെയിമിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ സ്പീഡ് കൂട്ടാം. യെസ് പ്രസ് ചെയ്ത് ഒന്ന് സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ ഈ അനിമേഷൻ മൊത്തമായി ഇപ്പം ഞാൻ 30 ഫ്രെയിമിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 30 ഫ്രെയിമാണ്. അപ്പോൾ ഞാൻ ഇവിടെ എൻഡ് ഫ്രെയിം ഒരു 29 വയ്ക്കാം. അപ്പോൾ സൈക്കിൾ കറക്റ്റായിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യും. ഇനിയും വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ചെറുതാക്കുവാനൊക്കെ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ കൂടുതലായി ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നില്ല. നമുക്കിവിടെ ഈ സെൻട്രൽ ലൈനിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ജോയിൻ ഏരിയാസ് കൊടുക്കുകയാണെങ്കിൽ ചോദിക്കും ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്ന്. അപ്പോൾ ഞാൻ ഈ കാണുന്ന വ്യൂവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് ആ വ്യൂ വരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ക്യാരക്ടർ അനിമേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു റെഫറൻസ് ഉപയോഗിച്ച് നമുക്കൊരു ബേസിക് കീ ഫ്രെയിമുകളും പോസുകളും കൊടുത്ത് ഒരു അനിമേഷൻ സെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതിനോടൊപ്പം നൽകിയിട്ടുള്ള ഈ റെഫറൻസ് വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ട്യൂട്ടോറിയൽ കാണിച്ചേക്കാളും വളരെ പെർഫെക്റ്റായി മികച്ച രീതിയിൽ സമയമെടുത്ത് ഓരോ കൺട്രോളുകളും വിശദമായി പഠിച്ച് ഒരു അനിമേഷൻ ചെയ്യുവാൻ ശ്രമിക്കുക. വളരെയധികം പ്രയോജനപ്പെടുന്ന ഒന്നാണ്. ഇനി മറ്റൊരു ട്യൂട്ടോറിയലുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.